നമ്മുടെ എലിയുടെ സ്കൂളില്ലേ അത് ഇപ്പോഴും അവിടെ ഉണ്ടോന്നൊന്ന് നോക്കിട്ട് വരാം. ഞാൻ എത്ര വട്ടം നിനക്ക് ഉമ്മ വന്നിട്ടുണ്ട്, നിനക്ക് പാട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ രാത്രി എന്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ ഇതുപോലെ. ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വേണ്ട മനുഷ്യൻ. പകരം പുള്ളിയുടെ 2 താടിന്ന് ഒരെണ്ണം വീഴുകയായിരുന്നു. ആ സൈലൻസ് ഭയങ്കര ലൗഡായിരുന്നു. അകത്ത് ഡോറിന്റെ ബാക്കിലെ എലിയുടെ ഫോട്ടോ വെച്ച് ഞാൻ കണ്ട് പേടിച്ച് തൂറുമല്ലോ ആൾക്കാര്. ഇല്ല അടുത്ത പണിയായിട്ട് എന്റെ അടുത്ത് ഓരോരുത്തർ ഞാൻ ഇപ്പൊ ചാറ്റ് തുറന്നു നോക്കി കേട്ടോ. എന്റെ അടുത്ത് പറയുമല്ലേ നാളെ അപ്പാപ്പന്റെ കൊണ്ടി വെട്ടി ഈ മാസം കാണിക്കുമെന്ന്. നാളെ വരും വീട്ടിലോട്ട്. ഞാൻ എന്ത് പറയാനാ. അപ്പാപ്പ എഗ്രി ചെയ്ത ഞാൻ ഓക്കെയാണ്. മോട്ടറാണ് വിടറ ചില്ലാണ്. അത് ചുമ്മാ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്ന പറയണ്ടോ, മനസ്സിലായോ? വിടത് വിടത് വിട യൂച്ച്. മോന്റെ അപ്പാപ്പ ലൈവൊക്കെ ചെയ്ത് വീടടക്കാൻ പോയാ. മുല്ല എനിക്ക് വാട്സപ്പിൽ അയച്ചത് ഈ പൂട്ടിട്ടാ മതി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉമ്പടി പൂട്ട് കൊണ്ടുവരും ഇത് മതിയോന്ന്. ഞാനൊക്കെ വീട്ടിലെ ഫ്രണ്ടിൽ മറ്റേ താഴൊക്കെ ഇട്ട് മറ്റേ മണിച്ചിത്ര താഴെ പോലെ കമ്പിയൊക്കെ ക്രോസ് വെച്ചിട്ടാണ് പൂട്ടിയത്. ഇപ്പൊ പോയി അയ്യോ അല്ല മുള്ളി സത്യസന്ധമായിട്ട് പറഞ്ഞു. സാധനം പോയില്ല മുരളിക്ക് വെച്ചമുണ്ടായിരുന്നോ? പിന്നെ വിഷമം വരൂലേ, ആക്റ്റീവ് അല്ലേ? ഓ അതെ അതെ അല്ല മുരളി വിഷമില്ലെന്ന് പറഞ്ഞെങ്കിൽ മുരളിക്ക് ഇല്ലാത്ത വിഷം മാറിക്കടാന്ന് ചോദിക്കായിരുന്നേ. എന്താ നിനക്ക്? അതെ എനിക്കില്ലാത്ത വിഷമം മുരളി എന്റെ കൂടെ നിൽക്കുന്നു. നിന്റെ കൂടെയാണ് ബാബു. ബാക്കിയൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ട് പുള്ളി ഞാൻ കുപ്പി കൊണ്ട് ഞങ്ങൾ കൊണ്ടുവരാം കേട്ടോ. ഇന്നലെ സ്ലോട്ടിന്റെ കാര്യം വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ചെറിയൊരു ഓർമ്മയുണ്ട്. ഓരോരുത്തരോരുത്തരും എക്സിറ്റ് അടിക്കണേ സെർവർ ചെയ്ത്. മന്ദാരം പോയി, HW പോയി, അപ്പാപ്പ പോയി. മുള്ളി നിന്നിട്ട് പരിപാടി ഉണ്ടോ? ഞാൻ ഇറങ്ങുവാ. ചന്ദ്രൻ നാട്ടിൽ പോവാന്ന് പറഞ്ഞ് വീട് ലോക്ക് ചെയ്തിറങ്ങി. ചന്ദ്രൻ ഇവിടെ എത്തി, തിരുവനന്തപുരത്തെത്തി. അവ ഹോം ടൗണിലെത്തി. പറഞ്ഞ കാര്യമില്ല, മര്യാദക്ക് മുള്ളി പറഞ്ഞ പോലെ ഇന്ന് മുള്ളി അങ്ങ് പാടാൻ പോയതായിരുന്നു. ഞാൻ ഇന്ന് എന്റെ വാക്ക് കേട്ട് ഏതെങ്കിലും മനസ്സിൽ കയറി വരുമോ? വേരാതിരുന്ന് എന്നെ വിളിച്ചോണ്ട് വന്നതല്ലേ ബാബു നീതിന്റെ. വാ വാ വെളിയിലോട്ട് വാ, വെളിയിലോട്ട് വാ. ആ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. കറങ്ങിട്ട് വരാം. അങ്ങനോട്ടോ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് വെളിയിലോട്ട് പോകാനാണ്. നീ ഓക്കെ ആണെങ്കിൽ നിൽക്കാം, നമുക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവന്മാരെ കണ്ടിട്ടല്ലേ പേടിക്കുന്നേ. പിന്നെ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ RP. ഒരു മഴ ഇവിടെ തല ഇറങ്ങി വേണ്ടിട്ടില്ല. പിന്നെയാണ് ഇവന്മാരെ. വാ 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 കൊമ്പനില് പോവാ. പക്ഷെ എന്താ വാ ഇതെന്താ ഇങ്ങനെ മുള്ളി ആലോചിച്ച് ഇപ്പൊ ശരിക്കും നടന്നില്ലെങ്കിലും മുള്ളി നമ്മൾ ശരിക്കും എപ്പോഴെങ്കിലും കിടന്ന് തുടങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ ആരെങ്കിലും സാധനം വെട്ടിക്കൊണ്ട് പോയി ചെയ്യും മുള്ളി നമ്മള്. അയ്യോ ആലോചിക്കാൻ പോലും വയ്യ. ചട്ടിയൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങണം. എങ്ങനെ സേഫ് ആയിട്ട് കിടന്ന് ഉറങ്ങൂ? 22 ഫീമെയിൽ തിരുവനന്തപുരം അല്ല 22 മെയിൽ തിരുവനന്തപുരം. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നമ്മുടെ എലിയുടെ സ്കൂളില്ലേ അത് ഇപ്പോഴും അവിടെ ഉണ്ടോന്നൊന്ന് നോക്കിട്ട് വരാം. ഇല്ല മള്ളി എടുത്ത് മാറ്റി. മാത്രമല്ല അവിടെ ആ ഇരുന്ന ഭൂമിയില്ലേ അത് കുഴിച്ച് കുളമാക്കി ഇവരെല്ലാരും കൂടെ. ശരിക്കും
കോളൊന്നും ആക്കിയിട്ടില്ല. അവിടെ ഇല്ല, അവിടെ സ്കൂളില്ല. സ്കൂള് പൊളിച്ചുകൊണ്ടിരിക്കും, പിള്ളേര് പഠിക്കുന്നില്ല. എലിയെ വിളിക്കാനോ? എലിയെ നമ്പർ ഒന്ന് വെപ്പിക്കട, എലിയെ നമ്പർ ഒന്ന് വെപ്പിച്ചേ. എന്റെ മീന് കണ്ടപ്പോ നമ്പർ എത്ര? എന്റെ നമ്പർ എന്താ എനിക്ക് തന്നെ അറിയില്ല. എന്റെ നമ്പർ ഒരുപാട് അക്കൗണ്ട്, ഒരുപാട് അക്കൗണ്ട്. പണ്ടൊരു ബാബുവിന്റെ നമ്പർ ഉണ്ടായിരുന്നു, 8888. പോയി മള്ളി എല്ലാം പോയി. പൈസ കൊടുത്താലേ നമ്പർ വരുള്ളൂ എന്ന് പറഞ്ഞ പാപ്പൻ. അതങ്ങനെ തന്നെ. സ്കൂള് പൂട്ടിയില്ലടാ. ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇതെങ്ങനെ? ഞാൻ അപ്പാപ്പനോട് പറഞ്ഞാണല്ലോ പൂട്ടാൻ. ഇതിനകത്ത് ആരും ഇല്ല കേട്ടോ, പിള്ളേരൊന്നും ഇല്ല ഇവിടെ പഠിക്കാനൊന്നും. എലിയുടെ ബോയ് ഫ്രണ്ട് ഈ സ്കൂളിന്റെ ഐശ്വര്യം. മള്ളി അന്ന് അപ്പാപ്പനോട് പറഞ്ഞതല്ലേ മള്ളി? ഇതെന്താ? ആ, എലിയുടെ ബോയ് ഫ്രണ്ട് ഈ സ്കൂളിന്റെ ഐശ്വര്യം. എനിക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ മെയിൻ റീസൺ ഇതാ. ഈ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അതെ, ഇവിടുത്തെ കൊച്ചു പിള്ളേരെ വരെ സംശയിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ റിലേഷൻഷിപ്പിലാണെന്നാണ്. ആ, അത് എന്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചത്, ഈ ആന്റിയായിട്ട് മള്ളിക്ക് എന്താ ബന്ധമെന്ന്. ആര്? എന്റെ അടുത്ത് ഒരു പെൺകൊച്ചി, എനിക്ക് ആ കൊച്ചിന്റെ പേരുണ്ടായിരുന്നോ? എന്താണ്? ഈ ഇടയ്ക്ക് പരിചയപ്പെട്ടതാണ്. കിളിയോ? കുരുവി. അത് തന്നെ. കുരുവി ചോദിച്ചോ? ആ, എന്നെ ഞാൻ പറ്റി? പറഞ്ഞു ഇല്ല, അവര് ഞാൻ പറഞ്ഞു മള്ളി, പിന്നെ എനിക്കറിയാലോ. ഞാൻ പറഞ്ഞു മള്ളിക്ക് അങ്ങനെ റിലേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടായിരുന്ന 7 പിരിഞ്ഞു വിട്ടു, മീൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്ന 7 ആ, 7 കൂടുതലായിപ്പോയോ? കുറഞ്ഞോ? 6 ശരിക്കും എനിക്ക് 7 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. മല്ലര് ഒന്ന് കവട്ടെ അമ്മുക്കുട്ടി. ഫസ്റ്റ് അമ്മുക്കുട്ടി കാറിലൂടെ കൂടെ പോയി. മല്ലര് കൊലവണ്ടി കയറി പോയി. അത് കഴിഞ്ഞിട്ട് ആരായിരുന്നോ? ഇപ്പൊ പറഞ്ഞല്ലോ. ആ, ജൂസൻ. ഓ, അത് ഗ്യാങ്ങിന്റെ പേരിൽ 2 പോയി. പിന്നെ എസ്തർ എന്റെ കൂടെ പോയി കുറച്ചാള്. പിന്നെ റിലേഷൻഷിപ്പ് അല്ലായിരുന്നോ? ട്രൈ ചെയ്തതേ ഉള്ളൂ. എന്റെ സേഫാണ്. അപ്പൊ 3 ആയുള്ളൂ. പിന്നെ ഡെബേക്ക, അതാരും കൂടെ പോയി എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെബേക്ക ഇല്ല, മള്ളിയുടെ കൂടെ ഇത് മടുത്തിട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആളെ കനിയുടെ പുറകെ നടന്നായിരുന്നു. ആ, കനിയുടെ പുറകെയല്ല, കൂടെ സൈഡില് ഫ്രണ്ടില് മൊത്തത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടോണ്ടിരിക്കുവായിരുന്നു കനി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ആരാ? കൺമണി മറന്നു മള്ളി. അത് എന്റെ ലൈൻ അല്ലായിരുന്നു. മള്ളി ഒരു പി എ കൊണ്ട് ജയിക്കാൻ പറ്റുന്ന അങ്ങേയറ്റം ജയിച്ചേട്ടോ. എടാ, കൺമണി എന്റെ പി എ അല്ലായിരുന്നു, നിനക്ക് അറിയാവുന്നതല്ലേ. മള്ളി കൺമണിയായിട്ട് റിലേഷൻ ആയിരുന്നോ? റിലേഷൻ ഒന്നും അല്ല. മള്ളി കൺമണി പാട്ട് പാടി കൊടുക്കൂലായിരുന്നോ? ഉമ്മ കൊടുക്കാൻ ട്രൈ ചെയ്തിട്ടില്ലേ? റിലേഷൻ ആയിരുന്നോ? ഇത് രണ്ടും ചെയ്ത റിലേഷനിലാണാ? ഞാൻ എത്ര വട്ടം നിനക്ക് ഉമ്മ തന്നിട്ടുണ്ട്, നിനക്ക് പാട്ട് പാടി തന്നിട്ടുണ്ട്. പക്ഷെ രാത്രി എന്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ ഇതുപോലെ. പിന്നെ കുറച്ചാള് കുക്കു ഉണ്ടായിരുന്നു, ബംഗാളി കൊച്ചുണ്ടായിരുന്നു കുക്കു എന്നെ പോലെ. പിന്നെ ഇതിപ്പോ 7 കറക്റ്റ് 7 എലിയുണ്ട്. 8 മള്ളി നമുക്ക് മള്ളി വിചാരിച്ച നമുക്ക് ഈ മാസം കൊണ്ട് 10 ആക്കിയാലോ? എലി പ്ലക്കാ എന്താ പറയണേ? അല്ല, എലി ശാപാൻ തോന്നുന്നു, അതുകൊണ്ടാണ്. മള്ളി താര മറന്നോ ഇതിന്റെ ഇടയില്? താരയൊന്നും എന്റെ റിലേഷൻ അല്ല, ഞാൻ പുറകെ നടന്ന കൂട്ടത്തിലാ. ഓ, അങ്ങനെ. ഓക്കെ. പിന്നെ ഒരു ലൂസിയ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പുറകെ നടന്ന ലൂസിയുടെ റിലേഷൻ അല്ലാതെ പുറകെ നടക്കുന്നത് വേറെ സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ 10-15 ടോട്ടല്. അതിനും കൂടുതലായി. ഞാൻ വെച്ചു വേറൊരുണ്ട്, ഒരാളുടെ കൂടുതലുള്ള പുറകെ നടന്നപ്പോഴാണ് അറിയണത് എന്റെ അനിയൻ പുള്ളിക്കാരി സെറ്റ് ആക്കിയത്. ആരാ? ഹെയ്ലി മാഡത്തിന്. മേഡോ? അതൊക്കെയാണ് മള്ളി കണ്ടോ. മള്ളി അനിയനായോണ്ട് പറയില്ല, നല്ല ക്വാളിറ്റി ഉള്ള പയ്യനാണ്. ഒറ്റ ആള്, ഒറ്റ സെറ്റ്, ഒറ്റ ഡിലേഷൻ. സത്യം. ഞാൻ എന്റെ
ഹിസ്റ്ററി ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്ത് രസമായിരുന്നല്ലേ. മുള്ളി വേണ്ട വേണ്ട, അത് വല്ലപ്പോഴും ഞാൻ ആ ലിങ്കുകളിൽ കയറിയാ എന്തെങ്കിലും കാണുന്നത്, സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അങ്ങനല്ലടാ, നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഫുള്ളി ആയി തൊട്ടുള്ള ഒരു മെമ്മറി ഫീഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ. ഇതിപ്പോ ഓൾറെഡി 15 പേരുടെ പുറകെ പോയി നമ്മളെ ചീത്തപ്പേരായി കഴിഞ്ഞ എനിക്ക്. സത്യം മുള്ളി, അങ്ങനെയാണ് ജീവിതം. ചിലപ്പോ നമുക്ക് ആദ്യത്തെ പേജിൽ നിന്നൊന്നും കിട്ടില്ല, രണ്ടാമത്തെ പേജിൽ നിന്ന് കിട്ടില്ല, 300ാമത്തെ പേജിൽ നിന്നൊക്കെ കിട്ടിയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹിസ്റ്ററിയിൽ. അണ്ണാ ഇപ്പൊ ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വേണ്ട, മനസ്സിലായ മുള്ളി? അത് അങ്ങനെയാണ് മുള്ളി. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കഥ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ വരണം മുള്ളി. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു 300ഓളം പേജുകളായ ദിവസങ്ങളുണ്ടത്. ഉണ്ടായിട്ടുണ്ട് മുള്ളി. അതുകൊണ്ട് ഈ നമ്മളാകെ 15 പേജിൽ ഇപ്പൊ എത്തിവിടും മുള്ളി. ഇനി പോവാം, ഒരു സീനുമില്ല. സത്യം ഒത്തിരി പേജുകൾ മുമ്പിലോട്ട് പോകാൻ കിടക്കുന്നത്. ഇല്ല, ഈ സ്കൂൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത് വർക്കിംഗ് അല്ല കേട്ടോ. ഈ സ്കൂള് അതെ, ഇത് വർക്കിംഗ് അല്ല മുള്ളി. ധൈര്യമായിട്ട് പോകും മുള്ളി, കൈ കഴിക്കുന്നവരെ പോവാം. മറിച്ചിട്ടേ പേജ് മറിക്കണത്. ചുമയൊക്കെ ഡോൾബി അറ്റ്മോസ്ഫിയറായി കേട്ടോ. അയ്യോ, നാളെ പാടമുള്ളതാണ്, അധികം ചുമക്കണ്ട. അതെ, എലിയില്ല ഇവിടെ ഫുഡ്. ഇമോട്ടൊക്കെ ഇട്ട് വന്നതാണ്. കുറച്ച് ഐഡിയയും കൂടെ ഉണ്ടായിരുന്നു മുള്ളി, ഇറക്കാൻ പറ്റിയില്ല. അതിന് മുന്നേ അടിച്ച് തല മുടങ്ങി ഞാൻ ഇനിയൊരെണ്ണം ഇറക്കിയ. ശരിക്കും പറഞ്ഞ ചന്ദ്രൻ ഇങ്ങനെ കൊണ്ട് ചന്ദ്രനെ കൊണ്ട് ഇങ്ങനെ ഒരു ഡയലോഗ് പറയിപ്പിച്ചിട്ട് ചന്ദ്രൻ ചെയ്യായിരുന്നു. മനപ്പൂരം ഇത് സാബ്ഗുരുവിന്റെ വണ്ടിയല്ലേ? ഇതാര്? എനിക്ക് മനസ്സിലായി, ഇത് ആരെന്ന് പറഞ്ഞതാ? ദേവക്കുട്ടിയോ? എലി? ഇത് സാബ്ഗുരുവിന്റെ വണ്ടിയല്ലേ? ഓ, പന്നിക്കച്ചവടം സാബ്ഗുരുവും തുടങ്ങിയോ മള്ളി? കാശുള്ള ആരെ കണ്ടാലും അപ്പഴേ പിടിച്ച് ബിസിനസ് പാർട്ണർ ആക്കി കേട്ടോ. ക്യാഷുള്ള ആരെ കണ്ടാലും. ഇത് തന്നെയാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ലേ? എന്തായിരുന്നു ബിസിനസ്? എന്തായിരുന്നല്ലേ? ഒന്നുമില്ല ബാബു, ഞാൻ വെറുതെ പറഞ്ഞു. എന്റെ ബിസിനസ് പാർട്ണർ ഒന്നുമല്ല. ഇനി എന്റെ ഈ കാറില്ലാത്ത കാരണം അങ്ങേറെ കാറൊന്നും ഞാൻ വാങ്ങിച്ചു. ബിസിനസ് പാർട്ണർ എങ്ങാനും ആണോ ഇനി? കാശുള്ളതുകൊണ്ട് പറയാൻ പറ്റത്തില്ലേ? ചൂടുവെള്ളം കണ്ടാലും പേടിക്കുവേ. അല്ല, ഏതാ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും കേട്ടാ. അത് ശരിയാണ് മുരളി, അതിന്റെ മുരളിയുടെ അവസ്ഥ അത് തന്നെയല്ലേ? അതെ അതെ, എന്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. പിന്നെ അകത്തോടൊന്ന് പറഞ്ഞേ കുട്ടി, ഒന്ന് പറഞ്ഞേ. ഇത് എലി ഒന്ന് പറഞ്ഞേ, വരാം മിസ്റ്റർ പരിദോസ്, വരണം പെട്ടെന്നൊന്ന് വരണം. എലി ജിമ്മിൽ പോകുന്നുണ്ടോ? ജിം ഗേൾ, യു നോ. എന്റെ മുള്ളി മുട്ട കഴിക്കുന്നതിന്റെ ഒരു നാറ്റം അടിച്ചല്ലേ? പറഞ്ഞ ചിലപ്പോ വിഷമോ, അതുകൊണ്ട് പറയാൻ. ഇത് നമ്മളിവിടെ ഫുള്ള് കറുപ്പ് പെയിന്റ് അടിക്കാൻ പോവാണ്. ഈ സൈഡില് കറുത്ത പെയിന്റ് ഓക്കെ, ആ സൈഡില് ചോദിച്ചില്ല. വാട്ട് ഈസ് ദിസ്? This is my ex-boyfriend. He cheated me, so I just avoided him and I cry every day. And I cry. സീരിയൽ തുടങ്ങി. പരസ്യം വരാം. വാ ഇതിന് ഞാൻ ഹെൽപ്ലെസ് ആണ്. ഇനി എന്തെങ്കിലും ചെയ്ത് പരസ്യം കഴിഞ്ഞു. ബാബു വേറൊരു ഞാനൊരു കാര്യം സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറയണേ. ഈ ഫോട്ടോ ഇവിടുന്ന് നാളെ തന്നെ മാറ്റണം. എക്സ്ക്യൂസ് മീ, യു ആർ എക്സ്ക്യൂസ്ഡ്. നമ്മൾ ഈ സ്കൂളെ ഇവിടുന്ന് മാറ്റുവാണ്. അപ്പൊ ഈ ഫോട്ടോ ഒക്കെ എന്നേക്കുമായി അങ്ങ് കളയാൻ പോവാണ്, ചെയ്യാൻ പോവാണ്. സ്കൂള് പൊട്ടിയല്ലേ? എനിക്കറിയാം. നീയൊക്കെ നടത്താൻ പറഞ്ഞ ഞാൻ സത്യം പറയാൻ കുറച്ച് നാൾ പോകുന്നു പ്രതീക്ഷിച്ചു, പക്ഷെ അതിനു മുമ്പേ പൂട്ടി. പറഞ്ഞു അവൾക്ക് അറിയത്തില്ല, തിരിച്ചു നമ്മളിവിടുന്ന് സ്കൂള് സിറ്റിയിലോട്ട് മാറ്റുവാണ്. വി ആർ എ സിറ്റി പീപ്പിൾ നൗ. യു ഡോണ്ട് നോ, ലൈക്ക് നോട്ട് ലൈക്ക് യു ആർ ലോക്കൽ ലൈക്ക് ദാറ്റ്. അണ്ടിക്കടയില്ലേ അണ്ടി വാങ്ങാനെങ്കിലും കുറച്ച് ഇന്നൊരു ദിവസം അണ്ടിയെ പറ്റി സംസാരിക്കില്ല, അത് വേണ്ടാണ്. ഇന്നൊരു ദിവസം നമുക്ക് ആ ടോപ്പിക് ഒഴിവാക്കാം. ബാംഗ്ലൂർ അഡ്രസ് എടുത്ത് കൊടുക്കുക, പറഞ്ഞത് വേണ്ട. ഞാനില്ല ആ ടോപ്പിക്ക് സംസാരിച്ചാൽ പിടിക്കപ്പെടും. അതെ അതെ,
സ്ഥാപനത്തിനെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാൻ ഇല്ല പറ്റുന്നില്ല. ഇന്ന് ആർക്കും അനുവാദം ഇല്ല ഇതിനെ പറ്റി സംസാരിക്കാൻ. ഇല്ല എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമാണെങ്കിൽ അഡ്രസ്സും ഇതും ലൈവ് കാണിച്ചിട്ട് സംസാരിച്ചോ നമ്മളൊക്കെ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓൾറെഡി റിസ്ക് എടുത്തതാണല്ലോ ഇങ്ങനെ കൂടെ ഞാൻ കൂടിയത്. എന്നിട്ട് ഞാൻ മൂച്ചി തെറ്റിയില്ലേ, അപ്പൊ എന്റെ റിസ്ക് വീണ്ടും ആയില്ലേ, റിസ്ക് കൂടിയില്ലേ, ഇപ്പൊ എനിക്കൊരു ചെറുക്കനെ കിട്ടണ്ടേ. Excuse me, Eli. I don't want to see this drama and all. Please remove this shit from here, okay? This shit I am going Immediately. Yeah, this shit, right? Yes. This shit I will remove. Yeah, remove. നമ്മൾ അതെ. രാവിലെ കടലിൽ കളഞ്ഞതിന്റെ ഒരു പെട്ടി ബാക്കി ഇരിപ്പുണ്ട്, എടുത്ത് കൊടുക്കട്ടെ. വേണ്ട. ഇത് ഇനി അടുത്തോട്ട് നമ്മളിവിടെ വരുമ്പോ ഇത് കാണരുത് കേട്ടോ, പ്ലീസ് ദയവ് ചെയ്ത്. എന്റെ പൊന്ന് വാസു ബ്രോ വിചാരിക്കുന്നത് പോലെ ഈ ബോയ് ഫ്രണ്ട് എന്ന് എഴുതിയത് നമുക്ക് മായ്ക്കാൻ നമ്മുടെ മേശിരിയെ കിട്ടുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ എവിടെ ഇന്ന് ചായം പൂശിയാണ് ഇവിടെ. എന്നിട്ട് നമ്മള് വേറെ വല്ലവരുടെ ഫോട്ടോ ഇവിടെ എന്റെ അച്ഛന്റെ ഫോട്ടോ എടുത്ത് വെച്ചേനെ. തന്തേരാണെന്ന് അറിയോ നിനക്കതിന്? അറിയാം കേട്ടോ വാസു. പേരെന്ത് അച്ഛന്റെ പേര് പരിന്തോഷം എന്താ അച്ഛന്റെ പേര്. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, എന്തായാലും എനിക്ക് ആമുഖനല്ലോ, അപ്പൊ നിനക്ക് എന്റെ അച്ഛനായിക്കൂടെ? പിന്നെ അത്ര പ്രായമൊന്നുമില്ല. എന്നാ ഇനി തൊട്ട് നീ എന്നെ ഡാഡി എന്ന് വിളിച്ചോ. ഓക്കെ ഡാഡി. അച്ഛാ വിളിച്ചാൽ മതി. ശരിയാ ബാബു, അതുപോലെ വേറൊരു കാര്യമാണ്, പുറത്തേക്കുന്ന ചിന്നമ്മയുടെ ബോയ് ഫ്രണ്ടിന് ആനവാലി കിട്ടില്ല, പകരം പുള്ളിയുടെ 2 താടിന്ന് ഒരെണ്ണം വീഴുകയായിരുന്നു. നടക്കും നീ ഒരു വാക്കുപോലും സംസാരിക്കാൻ എന്താണ്? ബാക്കിലോട്ട് അതെ. എല്ലാത്തിനും തൂക്കി വലിയ വർത്താനം പറയണതല്ലേ നീ? മുള്ളി എന്ത് പറയണത്, ഞാൻ പകച്ചു പോയി മുള്ളി ആ നിമിഷം. നീ മുന്നിലോട്ടെന്നുള്ള ധൈര്യം അല്ലായിരുന്നു ബാബു എനിക്ക്. പക്ഷെ മള്ളി മുന്നിൽ 2 പൂട ഇല്ലാത്തതാണ് നമ്മുടെ ഒരു വീക്ക്നെസ്. മള്ളി എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ മാത്രമല്ലല്ലോ, വളരെ 2 പറിച്ചു കൊടുത്താൽ പോരായിരുന്നോ? അത് ഞാൻ മുന്നേ പറഞ്ഞ കൗണ്ടർ അല്ലേ, ഞാൻ ഓൾറെഡി വെട്ടി അപ്ലോഡ് ചെയ്തു. ആ 2 രൂപയേ ഉള്ളൂ, ഒരെണ്ണം മാമൻ തരും, പേടിക്കണ്ട. മോളെ ഞാൻ ഇന്ന് രാവിലെ ക്ലീൻ ഷേവ് ചെയ്തു പോയി അറിയാതെ. ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ കട്ടിക്ക് വീണ്ടും വളരും. അപ്പൊ തന്നാ മതിയോ? നിനക്ക് തമ്പൂനെ ഇന്നാണോ പ്രപ്പോസ് ചെയ്യണ്ടേ? ഇങ്ങനെ ഇല്ലാത്ത താടി നോക്കിയിരുന്നാ ചെറുക്കം പോവും. എന്റെ പൊന്നുമോളെ, വേറെ ആരും കൂടെ നടന്നിട്ട് പ്രപ്പോസ് ചെയ്താലും കുഴപ്പമില്ല, ഈ അനിയുടെ കൂടെ ഒന്നും നടക്കല്ലേ മോളെ. പെണ്ണ് പോയിട്ട് ഒരു പട്ടിക്കുട്ടി പോലും വളയത്തില്ല. മോളെ ഞാൻ പറയണ കാര്യം ആലോചിക്കേ, നമ്മള് ഇപ്പൊ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴല്ലേ നമ്മളിതൊക്കെ കേട്ട് ലിസൺ ചെയ്യട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബ്രേക്കപ്പ് ആയി ഒരാൾ പോലും ഇല്ലാത്ത ഇവളൊക്കെ പറയണ കേട്ട് ഒരാളെ എന്ത് ചെയ്യാൻ പോയാൽ അത് സക്സസ്ഫുൾ ആവും തോന്നുന്നുണ്ടോ മോക്ക്? മാത്രമല്ല മോളെ, ഇതിപ്പോ പുള്ളിക്കാരി ചെയ്യുന്ന ബോഡി ഷേമിംഗ് ആണ്. സത്യം ബോഡി ഷേമിംഗ്. വാസുമാവന്റെ അണ്ടിഫാക്ടറിക്ക് വാസുമാമൻ ഒരു പേറ്റന്റ് അടുപ്പിക്കാൻ നോക്കി, അണ്ടിഫാക്ടറി പൂട്ടിപ്പോയി. അതെ അതിപ്പോ റിനോവേഷനിലാണ്. അത് ആ പേറ്റന്റിന്റെ മുഴുവൻ ഡീല് ക്ലോസ് ചെയ്യാനാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. സത്യം കൺമണി ബെറ്റർ അല്ലേ മള്ളി? കൺമണി വിളിച്ച കൺമണി വിളിച്ച മള്ളി. ഞാൻ വിളിക്കാം. പറഞ്ഞു ബ്രോ നിങ്ങളുടെ കറന്റ് സ്റ്റാറ്റസ് എന്താണ് ബ്രോ? വാട്സാപ്പിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ? അല്ല ബ്രോ, നിങ്ങളുടെ സിംഗിൾ മാരീഡ് ആ സ്റ്റാറ്റസ് ബ്രോ? സിംഗിളോ? ഞാനിപ്പോ കറന്റ്ലി സ്റ്റാറ്റസ് റിക്കവേർഡ് എന്നാണ് ഒരു വലിയ ട്രോമയെന്ന് ഇന്നും കൂടി ഇട്ടതേ ഉള്ളത്. ആന്റി തന്നെ. അതെ ആന്റി തന്നെ. വേറെന്തൊക്കെ അറിയണം ചോദിച്ചു? ഇത് കൂടുതൽ എനിക്കൊരു കാര്യം പറയാനുണ്ടല്ലേ, സീരിയസ് ആയിട്ട് സംസാരിക്കുമല്ലോ. ഒന്ന് ഐഡിയ ഒന്ന് പറഞ്ഞേ. കിട്ടിയായിരുന്നോ ഇത്? 1233. കിട്ടിയായിരുന്നോ? അത് വെട്ടല്ലേ, ഷോർട്സ് വെട്ടല്ലേ ഇത് പ്ലീസ്.
ഓക്കെ മള്ളി അത് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് വന്നേ. കൈക്കൂലി കൊടുത്തത് ഒരു വർഷം ഓടിക്കുള്ളത്, ഒരു വർഷം. മള്ളി സത്യമായിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ട് മള്ളി. ഇന്നിപ്പൊ ഞാൻ- അപ്ലോഡ് ചെയ്ത് തോന്നി ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ആ സൈലൻസ് ഭയങ്കര ലൗഡായിരുന്നു. സൈലൻസ് അല്ല മള്ളി, ഞാന് പെട്ടെന്ന് ചിരി മണ്ടേ കയറി കുടുങ്ങി പോയിരിക്കൊന്നും പറയാൻ പറ്റിയില്ല. നീ ഞാൻ ഒരു expect ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഒന്നും പറയരുത് എന്താണെന്നറിയോ, കഴിവില്ലാത്തോണ്ടല്ല, ആ നീ എന്തെങ്കിലും പറയും, നീ എന്തെങ്കിലും പറയും, അതായിരുന്നു എന്റെ മനസ്സില്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ മള്ളി ഇങ്ങനെ ഡയലോഗ്. ആളെവിടുന്നോ കാണാതെ പഠിച്ചിട്ട് വന്നതല്ലേ മള്ളി. വന്നിട്ട് പെട്ടെന്ന് അത് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ സംസാരിച്ചോണ്ട് ചിരി മണ്ടേ കയറി ഞാൻ പെട്ടെന്ന് ഒരു സമയം ചക്കായി പോയി മള്ളി. ഇത് എവിടുന്നോ ഇവിടെ പ്രിപ്പയർ ചെയ്തോണ്ട് വന്നതാ. പ്രിപ്പയർ ചെയ്ത 100% പ്രിപ്പയർ ചെയ്ത് വന്നു മള്ളി. ഇത് കാണാതെ പഠിച്ചിട്ട് വന്നെ കേട്ടറിഞ്ഞൂടെ? എനിക്ക് ഇതുപോലെ ഒരു comedy പറഞ്ഞു തരുമോ? കോമഡി പക്ഷെ ഇത് എത്ര തേച്ചാലും അത് പോവില്ലല്ലോ മള്ളി മുഖത്തുനിന്ന്. കൗണ്ടർ ആയിട്ട് ഒരെണ്ണമെങ്കിലും ഇടാം അങ്ങോട്ട്. ആ നോക്കാം നമുക്ക് ഇട്ട് നോക്കാം. വീണ കൊത്തി കൊടുക്കാം. കൊത്തിക്കണം. ഇത് എഴുതി പഠിച്ചു എന്റെ മള്ളി വന്നതാ. പറഞ്ഞിട്ട് കേട്ടാ അറിയാം, അവളെ എഴുതി തന്നെ അത് എഴുതി പഠിച്ചു. പഠിച്ചാണ്. ഇതിന്റെ തലയിലാടി പൊടി. Excuse me? എന്റെ തലയിലൊക്കെ പൊടിയുണ്ട്. Excused, എന്നാ Mr. കാണിച്ചു പെൺവാസു കൊടുക്കുക. ബ്രോ. കമോൺ, വരൂ. ഇല്ലയാ ഇല്ല നമ്മൾ ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് മടി വെച്ചിട്ട് കാര്യമില്ല. ഇതൊന്ന് സോൾവ് ആക്കണം. നാരദനായിരുന്നു ഇത്. ആശു ഒരു സെക്കൻഡ്. ഡിപ്രഷൻ ഇന്നലെ എന്നോട് സംസാരിക്കാൻ വന്ന ഓർമ്മയുണ്ടായിരുന്നാ? ഇന്നലെ ആ? ഇല്ല, ഞാൻ വന്നിട്ട് ഇന്നലെ വന്നില്ല. ഇല്ല, ഇന്നലെ ഞാൻ വന്നില്ല. ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ഇതിലുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഞാൻ എന്റെ പണിയിലായിരുന്നു. വീട്ടില് പണി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒത്തിരി നാളായി. നമ്മൾ അവസാനം കണ്ടായിരുന്നു നമ്മളന്ന് മറ്റേ ഇവിടെ പോയില്ലേ ഓരോ റിസോർട്ടില്, ആടുന്ന് കണ്ട്. ആ ശരിയാ. എന്റെ പ്രശ്നമാണ്. എനിക്കൊന്നും പറ്റില്ല. ഓക്കെ അല്ലേ നാരദ? ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ, ഡബിൾ ഹാപ്പി. ആ പിന്നെ അത്രേ ഉള്ളൂ. സന്തോഷത്തോടെ ഇരിക്കും. അതെന്റെ വലിയ കാര്യം. അത്രേ ഉള്ളൂ, അത്രേ. ഞാൻ ഇപ്പൊ അതൊന്ന് ഡീൽ ചെയ്തിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഞാൻ അറിഞ്ഞായിരുന്നു, എന്നോട് പറഞ്ഞു. എന്ത് ഞാനും ഓറപ്പരയിലുണ്ടായി ഇത്രയും നേരം. എന്ത് പറഞ്ഞു? ഓർ പറഞ്ഞ് ഓർക്ക് ഇപ്പൊ പെണ്ണ് കിട്ടിയിട്ടില്ല, നല്ലൊരു പെണ്ണിനെ ഒഴിവാക്കിട്ട് പോയിട്ട് എന്തായി ഇപ്പൊ സീറ്റിൽ നടക്കിയെന്ന് അങ്ങനെ ഇങ്ങനെയാണെല്ലാം പറഞ്ഞു. വേറെ കുറെ എന്തെല്ലോ പറഞ്ഞു, ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ് ഇവിടെ ഒന്ന്. ഈ എലി എന്ന് പറയണത് നല്ലൊരു പെണ്ണെന്ന് തോന്നുന്നുണ്ടോ? നല്ലൊരാളാണ്. വെറുതെ അല്ല ഇവനെ കുരുവിയും കാട്ടുകോഴിയൊക്കെ പണിയത്. മള്ളി ഇതുവരെ ബോഡി ഷേമിങ്. ഒരു മിനിറ്റ് മള്ളി ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താടാ? സെക്കൻഡിൽ ഓരോ കൗണ്ടർ അടിച്ച് 3 കൗണ്ടർ അടിച്ച് മിണ്ടാതിരിക്കായിരുന്നു ഇത്രയും നേരം. ആണോ? മള്ളി അവന്മാരെ വിളിച്ച് ചോദിച്ചു നോക്ക്. അയ്യോ മിസ് ഒരു ചെയ്തു. മിനിറ്റ് ഇവിടുന്ന് ഇടങ്ങോട്ടൊന്നേ. എടാ ഒന്ന് വന്നേടാ. ചോദിച്ചു നോക്കിയേ. ഇപ്പൊ ബാബു ഇപ്പൊ അടിച്ച കൗണ്ടറിലോളം മിണ്ടായിരിക്കുമായിരുന്നു. പിന്നെ വാ പൊത്തി തിരിച്ചത് പറഞ്ഞു പോലും. ചിന്തിക്കാൻ പോലും സമയം കൊടുത്തില്ല മള്ളി. അതെ, ഒരെണ്ണം എന്തെങ്കിലും ഒന്നും കൂടെ. മള്ളി ഇപ്പൊ കൊടുത്ത എന്തായാലും എന്റെ അടുത്ത് വെച്ചാൽ എന്നെ എന്തിനാ പുള്ളി തേച്ചത്? ഞാൻ തങ്കം പോലൊരു ഒരു കാമുകിയല്ലായിരുന്നു ചോദിച്ചു. അപ്പൊ സ്പോട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. അതേ എലി തങ്കത്തിന്റെയും തീട്ടത്തിന്റെയും കളർ ഒന്ന് തന്നെയല്ലേ എന്ന് പറഞ്ഞു. മുള്ളി സൈലൻസ് ആയിരുന്നു മള്ളി കുറെ നേരം. മുള്ളിക്ക് കിട്ടിയത് പോലെ കലത്തിൽ കിട്ടിയതായിരുന്നു അത്. മുള്ളി അത് മിസ് ചെയ്ത്. അയ്യോ ഒന്നുകൂടെ സ്നേഹത്തോടെ വിളിച്ച് സംസാരിക്കാം. വാല്യൂ ഉള്ള സാധനം കുഴപ്പമില്ല. എക്സ്ക്യൂസ് മീ. Excused bro. കം പ്ലീസ്. Yes, Mr. പെൺവാസു ബ്രോ. പെൺവാസു ബ്രോ. ഈ ദേവക്കുട്ടി വന്നില്ലേ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട്? വാസനം പറഞ്ഞേ. എക്സ്ക്യൂസ് മീ ദേവക്കുട്ടി. വാസന
ദേവകുട്ടി ആള് stuck ആയിട്ടോ, stuck ആയിട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം വാസന. നന്നായിട്ട് പോകല്ലേ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകല്ലേ? ഓ നന്നായിട്ട് പോകുന്നു. ഓ ഓക്കെ. ഇപ്പൊ ഇവരുടെ കൂടെ എന്താ പരിപാടി? ഞാൻ സ്കൂളിന്റെ മാനേജർ. മള്ളി ഇപ്പൊ വിളിച്ചില്ല. മാനേജർ ആണല്ലേ? ഓക്കെ എന്തായാലും എല്ലാം നന്നായിട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. അറിയാലടാ. എന്താ ബാബു? മള്ളി എലി വന്നിട്ടുണ്ട്. പറഞ്ഞു എന്തെങ്കിലും പറയണ്ടോ? ഇല്ല മിസ്റ്റർ ഭരദ്വാജ് ബ്രോ, നിങ്ങൾ എന്താ അവിടെ നിന്ന് എക്സ്ക്യൂസ് മീ പറഞ്ഞു? ഞാൻ എക്സ്ക്യൂസ്ഡ് എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ പുറകിൽ വന്നിരുന്നു. അത് ഞാൻ ദേവകുട്ടി വിളിച്ചതാണ്. ദേവകുട്ടി ഇപ്പൊ വന്ന് എക്സ്ക്യൂസ് മീ പറഞ്ഞപ്പോ എന്റെ കൂടെ വന്നു സംസാരിച്ചു. ഓൾറെഡി സംസാരിച്ച് ഞങ്ങൾ ക്ലിയർ ചെയ്തത്. ഇങ്ങനെ ഇപ്പോഴും റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന എന്തിനകത്തുനിന്ന് അറിയാവാ? ഇങ്ങേരടാ പിഴച്ച മനസ്സിന്നാണ്, മനസ്സിലായ ബാബു? ഞാൻ ഇവളുടെ കൂടെയുള്ള ഡാർക്ക് മെമ്മറീസ് എന്നാണ് ഞാൻ ഇപ്പൊ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെയുള്ള ഒരു ഡാർക്ക് മെമ്മറി പറഞ്ഞു. ഒരു ഡാർക്ക് പറ. ഒരു ഡാർക്കോ? വേണ്ട ഒരു നല്ല മെമ്മറി പറഞ്ഞേ, അതായിരിക്കും എളുപ്പം. അതില്ല. ഇല്ല അതും ഇല്ല. എന്നാ പിന്നെ ഡാർക്ക് പറ. എന്റെ ഡാർക്ക് ഞാൻ പറയാം ബാബു, ഞാൻ പറയാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും ഡാർക്ക് മെമ്മറി എനിക്ക് മൂലക്കുരു വന്നതാണ് ഇങ്ങേർക്ക് ഡാർക്ക്. അതറിയാം. അതൊന്നും അല്ല. എനിക്ക് ഒരു സെക്കൻഡ് ഇപ്പൊ കാണിച്ചു തരാം സാധനം. വെയിറ്റ് ചെയ്യ്, എന്റെ കയ്യിൽ കിടപ്പുണ്ട്. അതൊക്കെയായിരുന്നു സ്വർഗം പോലത്തെ മെമ്മറി. എനിക്കറിയാം ബാബു. പക്ഷെ എലി മുലക്കുര മുട്ടൻ ഡിമാൻഡ് ഞാൻ ഇപ്പൊ കണ്ണാപ്പിയായിട്ടാ ജീവിക്കണം. ഡാർക്ക് മെമ്മറി ചോദിക്കുവോ? ആരുടെ അടുത്ത് ചോദിക്കുവോ? ചോദിക്കൊന്നുമല്ല, വെയിറ്റ് ചെയ്യ്. ബാബു മള്ളി പാട്ടിടിക്കാണ് മള്ളിയാണ് ഇട്ടത്. ഞാനൊരു ദിവസം എന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ട് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് വളരെ ദൂരത്തുനിന്ന് വരുക. ഏത് ഗേൾഫ്രണ്ട് ആണ് കൂടെ പറയണേ? ഞാനല്ലാതെ നിനക്ക് നിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കണം. നിന്റെ ചെന്നൈ വെച്ചോണ്ട് വേറെ ആരുടെ കൂടെ പോയത്? ഒരു മിനിറ്റ്. അത് പറയാം, അതുകൊണ്ട് ലാസ്റ്റ് പറയാം. അയ്യോ സോറി, പറഞ്ഞു. ഇത് ബീജിയം സാഡ് മ്യൂസിക് ഒന്നും ഇല്ലടാ. കുഴപ്പമില്ല, കോപ്പറേറ്റ് എന്തായാലും കിട്ടും. എലിക്കും ഞാൻ എന്റെ ഗേൾഫ്രണ്ടിന് കൊടുക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്, അതായത് കണ്ടാൽ ഞാൻ അത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബാബു. സത്യം താജ്മഹൽ വരെ പണിതിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അറിയാലോ, പ്രപ്പോസ് ചെയ്യാൻ താജ്മഹൽ വരെ പണിത വേറൊരാൾ ഈ സിറ്റിയിൽ ഉണ്ടാവില്ല. ഇത്രയും 5 വർഷമായിട്ടും അതുപോലൊരു പ്രപ്പോസൽ ഇതുവരെ സിറ്റിയിൽ നടന്നിട്ടില്ല. സത്യം. അങ്ങനെ നിന്ന് ഞാൻ അപ്പൊ ഒരു പ്രപ്പോസലിന് താജ്മഹൽ കൊടുക്കാമെങ്കിൽ അടുത്തൊരു ഗിഫ്റ്റ് ചിലപ്പോ എന്തായിരിക്കും നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? പിന്നെ കുത്തബ്മിനാറല്ലേ? അതൊരാൾക്ക് ഊഹിക്കാൻ പോലും പറ്റൂല ബാബു. ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് സാധനമായിട്ട് വന്നതാ. അതെന്തുവാന്ന് പറയുന്നില്ല, ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല. അത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അത് എനിക്കും ജോഗിക്കും മാത്രം. ഞങ്ങളുടെ കൂടെ മണ്ണിൽ അരിഞ്ഞ് ചേർന്നോളൂ. അതങ്ങ് അത്രയും സാധനമായിട്ട് വരുമ്പോഴേ ബാബു ഏതോ ഒരു അച്ചിപ്പട്ടിയുടെ കൂടെ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന ഇവളെ ഞാൻ കാണണേ. ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറയുക, പന്നി ഫാം ഉണ്ട്, അതുണ്ട്, ഇത്ര ഏക്കറുണ്ട്. അവിടെ തകർന്നു പോയതാ ഞാൻ. അവിടെ ബാബു നോടാ അയ്യോ ബ്രോ, ഇന്ന് വരെ പന്നിക്കുണ്ടെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എലിയില്ല, അത് ഞാൻ പറയും. എലി പള്ളി പറഞ്ഞ സിമ്പിൾ ചോദ്യമാണ്. അതായത് എലിക്ക് വിശക്കുന്നുണ്ടായിരിക്കും. ബിരിയാണി തരാന്നും പറഞ്ഞതാ. പക്ഷെ ബിരിയാണി വരാൻ വയ്യന്റെ പേരിൽ കഞ്ഞി കുടിക്കണ്ടായിരുന്നു എലി. ബാബു ഞാൻ കഞ്ഞി എനിക്ക് ഇഷ്ടമല്ല ബാബു. എന്നിട്ട് പിന്നെ ഇഷ്ടമില്ലാതെ കഷ്ടപ്പെട്ട് കുടിച്ചെന്തിനാ? ഞാൻ കുടിച്ചില്ല ബാബു. ഞാൻ ബിരിയാണിക്ക് വേണ്ടി, അതും ചിക്കൻ ലെഗ് ബിരിയാണിക്ക് വേണ്ടി ഞാൻ കാത്തിരുന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. കുഴപ്പമില്ല, ചാറ്റിലും അങ്ങനെ കുറെ പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ തേച്ചതാണെന്ന്. അപ്പൊ കഞ്ഞി കുടിച്ചു. അവസാനം കഞ്ഞി കുടിച്ചില്ലേ? ചാനലിനോട് സോറി പറയണ്ട. സമ്മതിക്കണം, എലി കഞ്ഞി കുടിച്ചു. കഞ്ഞി കുടിക്കുന്നത് ഞാൻ കണ്ടു. കഞ്ഞി കുടിക്കുന്നത് ഞാൻ കണ്ടു. ഞാനും കണ്ടു. ഓ കൊച്ചു കണ്ടത് പറയടി. ബാബു ബിരിയാണി വെച്ചോണ്ട് എലി കഞ്ഞി കുടിക്കാൻ പോകത്തില്ല. എലിക്ക് കഞ്ഞി വേണ്ട.
അതുപോലെയാണ് മലയാളിക്കും കഞ്ഞി വേണ്ട, അതാണ് എലി വിട്ടത്. ഈ കുടിച്ചാലും വേണ്ടില്ല, ആരെങ്കിലും മണ്ണ് വാരി തിന്നുവോ? ഇപ്പൊ മനസ്സിലായ അത് എന്നേക്കെന്നെ മനസ്സിലായി എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ പൊന്ന് വാസു ബ്രോ, നിങ്ങൾക്ക് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ചെറുക്കനുമായിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഈ പറഞ്ഞ പിന്നെ കണ്ടിട്ടുണ്ട്. R24 മറ്റേ ക്രിസ്റ്റിയോ അവന്റെ കൂടെ പാട്ടും പാടി പാട്ടുകാരനോട് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എലി ഞാനത് കണ്ടതാണ്. അത് എലി കഴിഞ്ഞു പോകുന്ന മനസ്സാണല്ലോ ഇതിന്റെ. എത്ര പാട്ട് ഞാൻ പാടി കൊടുത്തേനാണ് അപ്പുക്കുട്ടാ. സത്യം. ബാബു, ആ ബ്രോ എന്നെ ഒരു സിസ്റ്ററിനെ പോലെ കണ്ടപ്പോ ഞാൻ തിരിച്ചു அந்த எலியோட இந்த எலி பெட்டர்டா. இந்தடா இது எடுத்துக்கோடா. സത്യം. സിസ്റ്റർ റിലേഷൻഷിപ്പ് ഇതൊക്കെ എന്ത് ഷിപ്പോള്. അല്ല മിസ്റ്റർ വാസു ബ്രോ, ആരൊക്കെയാണ് ഈ നിങ്ങളുടെ കാമുകിമാർ ഇതിന്റെ ഇടയ്ക്ക് വന്നതൊക്കെ ആരാണ്? ആ കുക്കു എന്ന് പറയുന്ന പ്രാന്തിപ്പെണ്ണ് എന്നെ വന്ന് തന്തയ്ക്ക് മുതുക്കിലിട്ട് വിളിച്ചു. കുക്കു, ശിവ ഇത് ആരാ ദൈവം? സാമിയ എങ്ങനെ ഒന്ന് കുക്കു എന്ന് പറയുന്ന കൊച്ചു മലയാളി വിളിച്ചായിരുന്നല്ലോ, വിളിച്ചായിരുന്നല്ലോ. വിളിച്ചിട്ട് പോയെന്ന് കേട്ടില്ലേ? എന്നെ തെറിവിളിച്ച് എന്തിനാന്നറിയില്ല, ഞാൻ ഇങ്ങേറെ കൂടാന്ന് പറഞ്ഞിട്ട്. ഈ കുക്കൊക്കെ ആരാ ബാബു? ആരെ പറ്റി സംസാരിക്കുന്നു ഇവരൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നേ ഇല്ല. ഒരു ബംഗാളി കൊച്ച് മള്ളിയുടെ പുറകെ അതിനെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? ഞാനാണെ എങ്ങനെ ഒഴിവാക്കും? ഞാൻ എന്താ ഞാനുമായിട്ട് പ്രണയിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങേര് സൂസനെ കല്യാണം കഴിച്ചെന്ന് ഈ സിറ്റിയിലുള്ള 450 പേരും എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങേറെ വാക്കിന് വേണ്ടി കാത്തിരുന്നു, എന്നെ വേണമെന്ന് പറയാം. അപ്പൊ അങ്ങേര് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്നിൽ ഈ സൂസനൊക്കെ പണ്ടേ എന്നെ ഇട്ടിട്ട് പോയതല്ലേ, എനിക്ക് നീയല്ലേ വേണ്ട. അവിടെ വീണു ബാബു, ഞാൻ ഇനി ഈ സങ്കടം പറച്ചില് പറയാൻ കേട്ടാ ഞാൻ വരും. ഇവൾ ഇത്രയും ഇവക്ക് പറയാൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാൻ മറ്റേ കൊക്ക്, ചിമ്പാൻസി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. കണക്കെടുത്തിടുവേ ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. ഭാവത്തിരുന്നു സീരിയൽ വരും, ആരെങ്കിലും ഒരു അരമണിക്കൂർ പരസ്യമെങ്കിലും ഇട്, അത് കേട്ടോണ്ടിരിക്കാം. അപ്പോഴത്തേക്കിന് കണ്ണീരും ഉണ്ടോ താല്പര്യം? എന്തോ തുപ്പാൻ വന്നു. ഒന്ന് സ്നേഹം എന്ന് പറയുന്നത് അത് പ്ലീസ് എല്ലാവരും കേൾക്കണേ, എല്ലാവരും കേൾക്കണേ. എന്ന് പറയുന്നത് മനസ്സിന്ന് വരുന്നതാണല്ലോ, അല്ലാതെ തലച്ചോറിന്ന് വരുന്നതല്ലോ. എനിക്ക് വരാത്തത് അത് നമുക്ക് മുരളിക്ക് നേരത്തെ മനസ്സിലായല്ലോ, തലച്ചോറിൽ ഇത് വരുന്നില്ല, അതാണ് മനസ്സിലായത്. അല്ലെങ്കിൽ എന്റെ ഹൃദയം ആരും കണ്ടിട്ടില്ലല്ലോ ബാബു. ഞാൻ എന്റെ ഹൃദയം സർജറി എല്ലാം ചെയ്യണോ? ഇവിടെ ആസ്റ്റർ മെഡിസിറ്റി ഉണ്ട്. മോശം, നമ്മള് 2 ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. അതെ, ഹൃദയം കാണാനിരിക്കണം ഞങ്ങളെല്ലാരും. അങ്ങനാണല്ലോ. അന്ന് വേറെ ആരെങ്കിലും സെറ്റ് ആയി കാണും. അന്നൊരു എലി ഒറ്റയ്ക്കാ ബാബു. എനിക്ക് ആരും സെറ്റ് ആയിട്ടില്ല. എനിക്ക് സെറ്റ് ആയത് ഈ പിള്ളേരൊക്കെയാണ്, മനസ്സിലായ? ഇവരുടെ കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ നടക്കണത്, അല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല. 24 മണിക്കൂർ ഞാനിപ്പോ ഫുൾ ടൈം ഗ്യാങ് ഡ്രസ്സിലാണ് നടക്കണം. കണ്ടാ അതിന്റെ ഉത്തരവാദിത്വം. ബാബുവിന്റെ ബർത്ത്ഡേ ആയിട്ടല്ല അവൻ കളർ ഡ്രസ് ഇട്ടേക്കണത്. ഇവരെല്ലാം ഇങ്ങനെ ക്യാഷ്വലായിട്ട് നടക്കുമ്പോ ഞാൻ ഗ്യാങ്ങിന് വേണ്ടിട്ട് എന്റെ ഗ്യാങ് ഡ്രസ് ഇട്ടാ നടക്കണത്, മനസ്സിലായ? എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല ബാബു. പിന്നെ എന്താ പ്രശ്നം? എന്നാ പിന്നെ ആ ബോർഡ് എടുത്ത് മാറ്റു കുട്ടി, ആ ബോർഡ് എടുത്ത് മാറ്റു അതിന്ന്. ഇന്ന് ഡേറ്റ് എത്ര ബാബു? ഇന്ന് ഡേറ്റ് 27. 29-ാം തീയതി ഈ ഭിത്തിന്ന് അത് മാറിയില്ലെങ്കിൽ 29-ാം തീയതി ഈ ഭിത്തിന്ന് മാറും, എലിയുടെ ഹൃദയത്തിന്ന് മാറും. എനിക്ക് ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മലയാളം സീരിയലൊന്നല്ല. ഇതെനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ ഹിന്ദി ഡബ് ചെയ്തതാണ് മലയാളത്തിലോട്ട്. പിന്നെ ആ ഫോട്ടോ പോകുന്നതിന്റെ കൂടെ ആ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് മറ്റേ 4 കാലിൽ വെച്ച് ടർപ്പ കെട്ടിയേക്കണം, ആ സാധനം പറിച്ചു കളഞ്ഞേക്കണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് അതിന്റെ മേളിൽ നിന്റെ അച്ഛന്റെ എന്നുള്ള മെമ്മോറിയൽ ആക്കണം, മനസ്സിലായ? എന്റെ പേര് വെക്കാൻ പറ്റില്ല. അല്ല മുല്ല, അകത്ത് ഡോറിന്റെ ബാക്കിൽ എലിയുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ കണ്ട് പേടിച്ച് തൂറുമല്ലോ ആൾക്കാര്. എന്താ നിനക്ക്? കുറച്ചേരം കഴിക്കട്ടെ. നല്ല ബിൽഡപ്പ്.
ഇപ്പൊ സാധനം വരുന്നത് കേട്ടോ. പുറത്തും അകത്തും സ്റ്റഡി ആണെന്ന് തോന്നുന്നു. വായ തുറന്ന് എന്തെങ്കിലും പറ അവരോടൊക്കെ. എന്തെങ്കിലും ആളുകളുടെ വയറ്റിൽ നിന്ന് പോകുന്നെങ്കിൽ പോട്ടെ, എന്തോരോ ആളുകൾ കോൺസ്റ്റിപ്പേഷൻ അതിൽ നീ അഭിമാനം കൊള്ളു. ഞാൻ ആ ഫോട്ടോ കാട്ടി പോകുന്ന നല്ലത്. പിന്നെ എനിക്ക് നേരിട്ട് നോക്കിയോടെ അത്ര അഹങ്കാരമാണെങ്കിൽ. ഈ അതെ അതെ, നാലെണ്ണോട് ക്രെഡിറ്റ് പറയാം. എന്റെ മുഖം വെച്ച് നാട്ടുകാരൊക്കെ തോന്നുന്നുണ്ടത്. നല്ല ക്രെഡിറ്റ് ആയിരിക്കും അത്. അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത്. പോട്ടെ, ഞാൻ